Calcutta University BA English Second Year Language in Action എന്ന സബ്ജക്റ്റിലെ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വെർഡിക്റ്റ് യൂണിറ്റ് 13 ചാപ്റ്റർ യൂണിറ്റ് 13. ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ കോണ്ടക്സ്റ്റും എല്ലാം നോക്കാം. 2014 ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം വരുന്നത്. NALSA, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അതുപോലെ തന്നെ യൂണിയൻ ഓഫ് ഇന്ത്യ തമ്മിലുള്ള ഒരു പരസ്പരമായിട്ടുള്ള ഒരു കേസാണ്. അതിൻ്റെ കോടതി വിധി വന്നിരിക്കുന്നത് സുപ്രീം കോർട്ടാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർട്ടായിട്ടുള്ള സുപ്രീം കോർട്ടാണ് ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ലാൻഡ്മാർക്സ് വേർഡിക്റ്റ് റെക്കഗ്നൈസിങ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആസ് ദ തേർഡ് ജെൻഡർ. ട്രാൻസ്ജെൻഡേഴ്സിനെ മൂന്നാമതൊരു ജെൻഡറായി പരിഗണിച്ചുകൊണ്ടുള്ള വേർഡിക്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഈ ഒരു വേർഡിക്റ്റിലൂടെ സംഭവിക്കുന്നത്. ഹിസ്റ്റോറിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഹിസ്റ്ററി. മനുഷ്യാവകാശ അതുപോലെ തന്നെ ഭരണഘടനാ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രത്തിൽ ഒരു ഹിസ്റ്റോറിക് മൂവ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിൻ്റെ കോർ എസൻസ് എന്താണെന്ന് നോക്കാം. അപ്ഹെൽഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ്റെ ഭരണഘടനയ്ക്ക് കീഴിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടിസ്ഥാന അവകാശങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഇത് വരുന്നത്. റെക്കഗ്നൈസ്ഡ് ജെൻഡർ ഐഡന്റിറ്റി ആസ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ഓട്ടോണമി ആൻഡ് ഡിഗ്നിറ്റി. ഒരു വ്യക്തിയുടെ അധികാരം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അധികാരം അതുപോലെ തന്നെ അഭിമാനത്തിൻ്റെ മായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പരിഗണിക്കുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, ആർട്ടിക്കിൾ 15-16 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി. അത് എക്സ്റ്റെൻഡ് ചെയ്ത് തേർഡ് ജെൻഡർ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഹിജറാസിനെ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു നിയമങ്ങളാക്കി റിവൈസ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കീ പ്രധാനപ്പെട്ട ലീഗൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ജെൻഡർ ന്യൂട്രൽ. റൈറ്റ്സ് അപ്ലൈ ടു ഓൾ സിറ്റിസൺ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. ജെൻഡർ ഏതന്നെ ആയിരിക്കോട്ടെ, ഭരണഘടന അവകാശങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും ഒരുപോലെ വരുന്നതാണ്. ജെൻഡർ ഐഡന്റിറ്റി ഈസ് എ കോർ ആസ്പെക്ട് ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് മസ്റ്റ് ബി സെൽഫ് ഐഡന്റിഫൈഡ്. ജെൻഡർ ഐഡന്റിറ്റി എന്നുള്ളത് സെൽഫ് എക്സ്പ്രഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് പരിഗണിക്കുന്നത്. റിജക്റ്റഡ് ദ ബയോളജിക്കൽ ടെസ്റ്റ്, ആക്സെപ്റ്റഡ് ദ സൈക്കോളജിക്കൽ ടെക്സ്റ്റ്. ബയോളജിക്കൽ ടെക്സ്റ്റിന് അല്ലെങ്കിൽ ബയോളജിക്കലി പ്രൂവ് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയെ അല്ലെങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മാറ്റി സൈക്കോളജിക്കൽ ടെസ്റ്റിലാണ് നമ്മളുടെ ഐഡന്റിറ്റി ഓറിയന്റേഷൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അഫേം ദ റൈറ്റ് ടു സെൽഫ് ഐഡന്റിഫൈ ഓൺസ് ജെൻഡർ. ഒരാളുടെ ജെൻഡർ സ്വയം പ്രഖ്യാപിക്കാനുള്ള അവകാശത്തെ എന്ത് ചെയ്തു, ഉയർത്തിപ്പിടിച്ചിരുന്ന അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡിമെൻഷൻസ്. നോക്കാം. അക്നോളജിങ് ദ ഹിജറ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസ് ഇസ് പാർട്ട് ഓഫ് ഇന്ത്യ സോഷ്യോ കൾച്ചറൽ ഫാബ്രിക്. ഇന്ത്യയിലെ സോഷ്യോ കൾച്ചറൽ ഫാബ്രിക്കിന്റെ ഭാഗമായിട്ട് ഹിജറകളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും അക്നോളജ് ചെയ്തു. എംഫസൈസ് ദ നീഡ് ഫോർ ലീഗൽ ഫ്രെയിംവർക്സ് ദാറ്റ് റിഫ്ലക്ട് ലിവ്ഡ് എക്സ്പീരിയൻസസ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലീഗൽ ഫ്രെയിംവർക്സ് ആണ് ആവശ്യമെന്ന് എംഫസൈസ് ചെയ്തു. അതുപോലെ തന്നെ പരമാധികാരമായിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് അവരുടെ ഓരോരോ സ്റ്റേറ്റുകൾക്കും ലീഗലി റെക്കഗ്നൈസ് മൂന്നാമതൊരു ജെൻഡറിനെ നിയമപരമായി അംഗീകരിക്കാനുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തു. അതേപോലെ തന്നെ അവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻസ് തടയാനുള്ള സംരക്ഷണങ്ങൾ അവർക്ക് ഏർപ്പെടുത്തണമെന്നുള്ള ഡയറക്ഷൻസ് കൊടുത്തു. എൻഷ്യൂർ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എൻവയോൺമെന്റ്. ജോലി, അതുപോലെ തന്നെ ഉദ്യോഗം, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ അവർക്ക് ആക്സസ് വേണമെന്നുള്ള അവർക്ക് അവരെ പരിഗണിക്കണമെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻഫ്ലുവൻസ്. എങ്ങനെയാണ് ഇനി ഇന്റർനാഷണൽ ആയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശത്തിന്റെ സ്വാധീനം ഈ വിഷയത്തിൽ നമുക്ക് നോക്കാം. ഇൻസ്പയർഡ് ബൈ ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷൻസ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR, യോഗ്യകർത്ത പ്രിൻസിപ്പിൾസ് ഓൺ സെക്ഷൽ ഓറിയന്റേഷൻ ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി, പൊസിഷൻ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് വിത്തിൻ എ ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്ക്. ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഒരു ലോകോത്തരമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ പൊസിഷൻ ചെയ്തു. ആൻഡ് യു ക്യാൻ സീ ദ അതർ തിങ്സ്. ഇവിടെ ടോൺ എംപതറ്റിക്, ഇൻക്ലൂസീവ് ആൻഡ് ഹ്യൂമനിസ്റ്റിക്. നമ്മളെ ഈ ഒരു പോളിസിയുടെ ടോൺ എംപതറ്റിക് ആണ്, ഇൻക്ലൂസീവ് ആണ്, ഹ്യൂമനിസ്റ്റിക് ആണ്.
കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ ജഡ്ജസ്, ഇത് വേർഡിക്റ്റ് പ്രഖ്യാപിക്കുന്ന ജഡ്ജസ് ആരാണ്? ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും ജസ്റ്റിസ് എ കെ സിക്രിയുമാണ്. ഓട്ടോണമി, സെൽഫ് ഡിറ്റർമിനേഷൻ, പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി എന്നുള്ള പവർഫുൾ ആയിട്ടുള്ള ടേംസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് പ്രഖ്യാപിക്കുന്നത്. ബ്ലെൻഡ്സ് ലീഗൽ റീസണിങ് വിത്ത് ഇൻസൈറ്റ്സ് ഫ്രം മെഡിക്കൽ സയൻസ്, സോഷ്യോളജി, എത്തിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ലോ. പിന്നെ ഇൻ്റർനാഷണൽ ലോ, എത്തിക്സ്, സോഷ്യോളജി, മെഡിക്കൽ സയൻസ് ഈ വിഷയങ്ങളെല്ലാം തന്നെ എല്ലാം മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ലീഗൽ റീസണിങ് നടത്തുന്നത്. ഈ ഒരു നിയമത്തെ മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്റ്റൈൽ മേക്സ് ദ ജഡ്ജ്മെൻറ്റ് ആക്സസിബിൾ, മൂവിങ് ആൻഡ് മോറലി പെർസ്വേസീവ്. ഇത്തരത്തിലുള്ളൊരു സ്റ്റൈൽ അതുകൊണ്ട് തന്നെ ഈ ജഡ്ജ്മെൻറ്റിനെ ആക്സസിബിളും പിന്നെ അതുതന്നെ കാലാതീതവും അതുപോലെ മോറലി പെർസ്വേസീവും ആക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇമ്പോർട്ടൻസ്, അതിൻ്റെ എഡ്യൂക്കേഷണൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇമ്പോർട്ടൻസ് നോക്കാം. ഡെമോൺസ്ട്രേറ്റ് ഹൗ ലീഗൽ ലാംഗ്വേജ് ക്യാൻ എക്സ്പ്രസ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് എംപതി. എങ്ങനെയാണ് മനുഷ്യൻ്റെ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമങ്ങൾ പറയുന്ന ഭാഷ അവൻ്റെ മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയും എംപതിയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഐഡിയൽ ഫോർ സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ലീഗൽ ഡിസ്കോഴ്സ്, ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഇത് എന്താണ്, ഈ ഒരു ലാംഗ്വേജ് ലീഗൽ ഡിസ്കോഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചോ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് പിന്നെ എന്താണ് ഐഡിയലാണ്. എങ്ങനെയാണ് ഭാഷ, നിയമം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഇൻ്റർസെക്റ്റ് അനലൈസ് ചെയ്യേണ്ടത് എന്ന് എൻകറേജ് ചെയ്യുന്നുണ്ട്, പഠിതാക്കളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. The included excerpts help students understand the tone, structure and vocabulary of the major legal verdict. മേജറായിട്ട് പ്രധാനപ്പെട്ട ലീഗൽ വേർഡിക്റ്റ് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ, നിയമപരമായ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നിയമവിധികൾ അവരുടെ ടോണും സ്ട്രക്ചറും വൊക്കാബുലറി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, so you can just go through the conclusion here, which is not so important. So if you like this video, this is an introduction video, but it should be prepared after the main content. So it's now prepared. If you wanna share this to your friends, you can do so. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡു സബ്സ്ക്രൈബ് if you wanna follow the contents that I post in this channel. Thank you.